അടച്ചുപൂട്ടപ്പെട്ട വാതിലുകൾക്ക് മുന്നിൽ തുറസായ ആകാശത്തിനു കീഴിൽ അവർ ഒത്തുകൂടി. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് JNUവിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് കെട്ടിടത്തിന് പുറത്ത് ആ പുസ്തകം ചർച്ച ചെയ്യുവാനായി വന്നു ചേർന്നത്. പുസ്തകത്തിന്റെ പേര് ഫ്രാക്ചേർഡ് കമ്മ്യൂണിറ്റീസ്, ആദിവാസി ഹിസ്റ്ററീസ് ആൻഡ് ദി പൊളിറ്റിക്സ് ഓഫ് പവർ. രചയിതാവ് 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ വിചാരണ പോലുമില്ലാതെ തീഹാർ ജയിലിൽ കഴിയുന്ന മുൻ JNU വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദ്. ലോക ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 10 നടത്താനിരുന്ന ഈ പരിപാടിക്ക് സർവകലാശാല ആദ്യം അനുമതി നൽകിയിരുന്നു. അപേക്ഷാ ഫോമിൽ ആദിവാസി ദിനത്തോടനുബന്ധിച്ചുള്ള പബ്ലിക് ടോക്ക്, ബുക്ക് ഡിസ്കഷൻ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ പരിപാടിയുടെ തലേ ദിവസം പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്നാരോപിച്ച് ഭരണസമിതി ആ അനുമതി റദ്ദാക്കി. ഗ്രന്ഥകർത്താവിന്റെ പേര് പറഞ്ഞില്ല എന്നതായിരുന്നു അവരുടെ പ്രശ്നം. അതേ, ഇസ്കോൺ പോലുള്ള സംഘപരിവാർ അനുകൂല സംഘടനകൾക്ക് വേദി നൽകുന്നവർ ഒരു അക്കാദമിക് ചർച്ചയ്ക്ക് മുന്നിൽ വാതിലുകൾ അക്ഷരാർത്ഥത്തിൽ കൊട്ടിയടച്ചു എന്നു തന്നെ ഇതിനെ പറയേണ്ടി വരും. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? ഇത് JNUവിലെ ചരിത്ര വിഭാഗത്തിൽ 2018 ഉമർ ഖാലിദ് സമർപ്പിച്ച PhD തീസസ് ആണിത്. അതായത് സർവകലാശാല തന്നെ പരിശോധിച്ച് അംഗീകരിച്ച ഒരു കൃതി എന്നു സാരം. 2026 പുസ്തകമായി പക്ഷേ ഇത് പുറത്തിറങ്ങിയപ്പോൾ അതേ സർവകലാശാല അതിനെ ഭയപ്പെടുന്നു. ഇതിൽ നിന്ന് നമുക്കൊന്നു വ്യക്തമാണ് കേട്ടോ. പുസ്തകമല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം, അതെഴുതിയ ഉമർ ഖാലിദാണ് അവരുടെ പ്രശ്നം. ഭയത്താൽ പ്രവർത്തിക്കുന്ന ഭരണസമിതി എന്നാണ് വിദ്യാർത്ഥി യൂണിയൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഞങ്ങളുടെ പുസ്തകങ്ങളും ക്ലാസ് മുറികളും തട്ടിയെടുക്കാൻ ശ്രമിച്ചവർക്ക് ഞങ്ങൾ തക്കതായ മറുപടി നൽകുമെന്നാണ് JNUSU പ്രസിഡന്റ് അദിതി മിശ്ര പറഞ്ഞു വെക്കുന്നത്. ഭരണകൂടത്തിന് ഗ്രന്ഥകർത്താവിനെ പൂട്ടിയിടാം, സർവകലാശാലയ്ക്ക് ഓഡിറ്റോറിയവും പൂട്ടിയിടാം. എന്നാൽ വിമർശനാത്മക ചിന്തകളെയും ആശയങ്ങളെയും എങ്ങനെ പൂട്ടിയിടാമെന്ന് അവർ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.